ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നമ്മളൊരു ടെമ്മിൻ്റെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടെൻറ്റ് ബിൽട്ടപ്പ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാ ഈ സ്റ്റിക്സ് തമ്മിലിങ്ങനെ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ഈ ടെൻറ്റിൻ്റെ ക്ലോത്ത് നേരെ എടുത്ത് വെക്കണം. നേരെ എടുത്ത് വെക്കുമ്പോൾ മറിഞ്ഞു പോവുകയോ തിരിഞ്ഞു പോവുകയൊന്നും ചെയ്യരുത്. നേരെ എടുത്ത് വെക്കണം. എന്നിട്ട് താഴത്തെ ബേസ് ഫുള്ള് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ സൈഡും കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കണക്ടർ യൂസ് ചെയ്തിട്ട് തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ പില്ലർ പോലത്തെ സ്റ്റിക്ക് നമ്മളെല്ലാം കണക്ട് ചെയ്ത് കൊടുക്കുക. ഈ പില്ലർ സ്റ്റിക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ക്ലോത്തിൻ്റെ ഉള്ളിലൂടെ ഹോളൊന്നും ഇല്ല കേട്ടോ, അതിങ്ങനെ കെട്ടി വെക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സ്റ്റിക്ക് അഞ്ചോ ആറോ സ്റ്റിക്ക് ഉണ്ടാവും. ആ 5-6 സ്റ്റിക്ക് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലത്തെ ബേസ് നമുക്ക് സെറ്റ് ചെയ്യണം. താഴത്തെ ബേസ് സെറ്റ് ചെയ്തതുപോലെ തന്നെയാണ് മുകളിലത്തെ ബേസുകൾ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. മുകളിലത്തെ ബേസുകൾ നമ്മളിങ്ങനെ കണക്ടർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഈ ആരോ പോലത്തെ കണക്ടറാണ് കേട്ടോ നമ്മൾ കൊടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബേസ് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലേക്കൊരു ട്രയാങ്കിൾ പില്ലറും കൂടി വരുന്നുണ്ട്. അത് കണക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഹോളാണ്, അത് കണക്ട് ചെയ്ത് കൊടുക്കാനുള്ള കണക്ടറാണ് കേട്ടോ ഈ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സാധനം. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു സ്റ്റിക്കെല്ലാം തമ്മിലിങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം ഓരോ കണക്ടർ വീതം ഇങ്ങനെ ഊരി കൊടുത്തിട്ട് നമുക്ക് ആ ക്ലോത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടത്തിവിടാം. ക്ലോത്തിൻ്റെ ഉള്ളിലെ മുകളിലത്തെ ബേസ് എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം കണക്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഏറ്റവും മുകളിലത്തെ ആ ഒരു ട്രയാങ്കിൾ പോർഷനാണ് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് മാത്രമാണ് നമുക്കത് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ പൊന്തി നിന്ന കണക്ടർ അതിലേക്കാണ് ഈ ഓരോ വടികളും വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ആ ഒരു മുകളിലത്തെ പോർഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. എന്നിട്ട് ഈ സ്റ്റാർ പോലുള്ള കണക്ടർ വെച്ചിട്ടാണ് ഈ ഒരു മുകളിലത്തെ കൂര നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതിങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു വള്ളി ഉണ്ടാവും. ആ വള്ളി വെച്ചിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കണം. പിന്നെ ഈ പില്ലേഴ്സ് എല്ലാം നമ്മൾ ആ ഒരു തൂണിലേക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കണം. അതോടുകൂടി നമ്മുടെ ടെൻറ്റ് റെഡിയാവും. പിന്നെയുള്ളത് അതിൻ്റെ കൂട്ടത്തിലൊരു ലൈറ്റ് വരുന്നുണ്ടായിരുന്നു. ആ ഒരു ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അത് നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ലൈറ്റ് വരുന്നത് ബാറ്ററിയിലാണ്. അപ്പോൾ ഇത് ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് ഷോക്ക് അടിക്കുമോ എന്നുള്ള പേടി വേണ്ട, ബിക്കോസ് ഇറ്റ്സ് കമ്മിങ് ഇൻ ബാറ്ററി. അപ്പോൾ ഈ ഒരു ബാറ്ററി വരുന്ന ഈ ഒരു സ്റ്റാർ പോലത്തെ ഈ ലൈറ്റ് നമുക്കിതിനകത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ബേസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കംഫർട്ടർ സെറ്റാണ് കേട്ടോ. ഈ ഒരു ടോയ്സും വെച്ചിട്ടില്ല, കുറച്ച് ടോയ്സ് ഒക്കെ വെച്ചല്ലേ. അതെ, സുഖമുണ്ടോ ഇക്കു ഇതിനകത്ത് ഇരിക്കാൻ? ഇത് നമ്മൾ നേരത്തെ ഇത് നമ്മൾ നെസ്റ്റോന്ന് വാങ്ങിച്ചതാണ് അല്ലേ ഇക്കു? ആ ഒരു കംഫർട്ടർ സെറ്റിന് അത്യാവശ്യം കുഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇരിക്കാൻ വേദനിക്കുമായിരുന്നു തറയിൽ. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ മറ്റൊരു സൊല്യൂഷനാണ് ഈ ഒരു പസിൽ മാറ്റ്. ഈ ഒരു പസിൽ മാറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു പസിൽ മാറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഹെസമോളുടെ എല്ലാ ടോയ്സും നമ്മൾ അതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് കളിക്കണമെന്ന് തോന്നുമ്പോൾ ഈ ഒരു ടെൻറ്റിനകത്ത് കയറി ഇരുന്നിട്ട് അവളിങ്ങനെ കളിക്കും. പിന്നെ എല്ലാ സാധനങ്ങളും ഞാൻ അതിനകത്ത് തന്നെ ഒതുക്കി പറക്കി വെച്ചിട്ട് ഇറങ്ങും. അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു വീട് മൊത്തം എന്താ പറയുക, ഹെസമോളുടെ ടോയ്സ് ഇങ്ങനെ നിരന്ന് കിടക്കത്തില്ല. അതൊരു ഗുഡ് ഓപ്ഷൻ തന്നെയായിരുന്നു. കഴിഞ്ഞ 3 മന്തായിട്ട് ഞങ്ങൾ ഈ ഒരു ടെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഹെസമോളുടെ ടോയ്സ് സൂക്ഷിക്കാനും ഹെസമോൾക്ക് കളിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനം തന്നെയാണ് നമ്മൾ ടെമോന്ന് പർച്ചേസ് ചെയ്തത്. റേറ്റ് 10/10. ഓക്കെ, ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു, പക്ഷേ ഒന്നും കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കുഞ്ഞുങ്ങൾക്ക്. എല്ലാവർക്കും ഒരു ഫൈനലി ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഹെസമോൾ ഒത്തിരി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പണി മുഴുവൻ എടുത്തത് അവളാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലൈയിങ് കിസ്സൊന്നും തരാനുള്ള മൂഡ് അവൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്.